ഇടത് കോട്ടയെ വിറപ്പിച്ച പെൺപുലി. ബംഗാളിലെ ദമയന്തി സെൻ IPS ആണോ? ബംഗാളിലല്ല, ഇവിടെ കേരളത്തിലാണ്. അത് R ശ്രീലേഖയാണോ? B സന്ധ്യയാണോ? അതുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ചങ്കൂറ്റത്തോടെ ഒരു ചെറുപ്പക്കാരി വനിതാ IPS ഓഫീസർ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കല്ല, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി റെയ്ഡ് നടത്താനുള്ള ധൈര്യം കാട്ടി. ഭരിച്ചിരുന്നത് ഇടതായതിനാൽ നിമിഷങ്ങൾക്കകം കസേര പോയി. പക്ഷേ ആ ധീരയുടെ നീക്കം ഇന്നും പോലീസുകാർക്കിടയിൽ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന് മുന്നിൽ നടന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറാൻ സഖാക്കളുടെ മുന്നിൽ കേണപേക്ഷിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ ഏമാന്മാരുടെ ഗതികേട് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ചൈത്ര തെരേസ ജോൺ എന്ന IPS കാരിയുടെ ആ ധീരതയെ പറ്റിയാണ്. ആരാണ് ചൈത്ര? 1983 IRS ബാച്ചുകാരനായ ഡോക്ടർ ജോൺ ജോസഫിൻ്റെ മകൾ. തിരുവനന്തപുരം CPM ഓഫീസിൽ റെയ്ഡിന് കയറിയ IPS ഉദ്യോഗസ്ഥ ചൈത്ര തെരേസ ജോൺ. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്വദേശിനി. കസ്റ്റംസിലും DRIയിലും ദീർഘകാലം പ്രവർത്തിച്ച പരിചയമുള്ള ജോൺ ജോസഫ് ഒരു കാലത്ത് സ്വർണ്ണക്കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു. മലബാർ കേന്ദ്രീകരിച്ച് നടന്നു വന്നിരുന്ന സ്വർണ്ണക്കടത്ത് നിരവധി തവണ പിടികൂടി കേരളത്തിലെ കടത്തുകാരെ ഞെട്ടിച്ച ഉദ്യോഗസ്ഥൻ. നിലവിൽ ഡൽഹി സ്പെഷ്യൽ സെക്രട്ടറി, ബജറ്റ് ഇൻവെസ്റ്റിഗേഷൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ്. DRIയുടെ രാജ്യത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ചൈത്രയുടെ ഈ പിതാവ്. ഇനി ചൈത്രയിലേക്ക് വരാം. കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു സ്കൂൾ പഠനം. 2016 IPS ബാച്ചുകാരി. സിവിൽ സർവീസിൽ 111 റാങ്ക്. IPS ലിസ്റ്റിൽ ഒന്നാമതായിരുന്നു. വയനാട്ടിലായിരുന്നു ഈ കേരള കേഡറിലെ ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ്ങിൻ്റെ തുടക്കം. പിന്നീട് തലശ്ശേരി ASP ആയി. ദീർഘകാലം കണ്ണൂരിലെ CPMുമായി ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഉടക്കാതെ മുന്നോട്ട് പോയി. ക്രമസമാധാന ചുമതലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വനിതാ ഉദ്യോഗസ്ഥയാണ് ചൈത്ര തെരേസ ജോൺ. പുതിയ തലമുറയിലെ വനിതാ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച യുവ ഉദ്യോഗസ്ഥ. നിലവിൽ വിമൻസൽ SP. ഇനി അന്ന് 2019 തിരികെ പോകാം. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കല്ലെറിഞ്ഞവരെ പിടികൂടാൻ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ റെയ്ഡിന് നേതൃത്വം നൽകിയ വനിതാ DCPക്ക് ഉടനടി സ്ഥലമാറ്റം എന്നതായിരുന്നു പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിലെ പ്രധാന വാർത്ത. എന്താണ് സംഭവിച്ചത്? 50 പേരോളം അടങ്ങിയ DYFI സംഘം ഒരു ബുധനാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കല്ലെറിഞ്ഞു. പോക്സോ കേസിൽ അറസ്റ്റിലായ തങ്ങളുടെ 2 സഹപ്രവർത്തകരെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അതിക്രമം. ഭരണകക്ഷിയായതിനാൽ പോലീസിനും ഒന്നും മിണ്ടാട്ടമുണ്ടായില്ല. തുടക്കത്തിൽ മുതിർന്ന നേതാക്കളുൾപ്പെടെ 50ഓളം DYFI CPM പ്രവർത്തകർക്കെതിരെ പോലീസ് പക്ഷേ കേസെടുത്തു. ഇതിൽ ചിലർ മെട്ടുകടയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ DCP ചൈത്ര പാർട്ടി ഓഫീസിൽ അർദ്ധരാത്രി റെയ്ഡിനെത്തി. കീഴുദ്യോഗസ്ഥരിൽ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രമസമാധാന പാലന DCPയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ചൈത്ര തെരേസ ജോൺ എന്ന പെൺകരുത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ സഹപ്രവർത്തകരും മറ്റു വഴിയില്ലാതെ ഒപ്പം ചേർന്നു. അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ആ പോലീസ് സംഘത്തെ കടത്തിവിടാൻ നേതാക്കൾ അവിടെ കാത്തിരുന്നവർ തയ്യാറായില്ല. ഒടുവിൽ വിവരം പുറത്തു വരാതിരിക്കാൻ ഗത്യന്തരമില്ലാതെ അവർ പരിശോധനയ്ക്ക് റെയ്ഡിനായി സമ്മതിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ചൈത്രയെ വനിതാ സെൽ SPയുടെ കസേരയിലേക്ക് മടക്കി. അവധിയിലായിരുന്ന DCP R ആദിത്യയെ അവധി റദ്ദാക്കി സർക്കാർ തിരിച്ചു വിളിപ്പിച്ച് DCPയുടെ ചുമതല നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ തിടുക്കത്തിലുള്ള നടപടികൾ. ഇതിനു മുമ്പ് ഒരു പണിമുടക്ക് ദിനത്തിൽ ബാങ്ക് ആക്രമിച്ച NGO യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളുമായി ചൈത്രയ്ക്ക് ചില തർക്കങ്ങളുണ്ടായിരുന്നു. SPക്കെതിരെ അന്ന് നടപടി ആവശ്യപ്പെട്ട് ജില്ലാ ഘടകം ഭരണ നേതൃത്വത്തിനെയും പാർട്ടി നേതൃത്വത്തെയും സമീപിച്ചിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ചൈത്ര ജോൺ എന്ന പെൺപുലി അന്ന് CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറിയപ്പോൾ ആരും എതിർക്കാനുള്ള ധൈര്യം കാട്ടിയില്ല. പക്ഷേ ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തിലായിരുന്നു. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP H വെങ്കടേഷ് എത്തിയത് ഏറ്റവും ഒടുവിൽ. പക്ഷേ അദ്ദേഹം വന്നാണ് പ്രതികളെ പുറത്തിറക്കാനുള്ള നിർദ്ദേശം നൽകിയത്. നേതാക്കൾ അദ്ദേഹത്തെ കണ്ടപ്പോഴും വഴങ്ങിയത്. അപ്പോൾ ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വേണ്ടി വന്നു ഈ പ്രതികളെയൊക്കെ ആ പാർട്ടി ഓഫീസിൽ നിന്നും പുറത്തിറക്കാനായിട്ട്. അവിടെയാണ് ഈ പറയുന്നത് ചൈത്ര
തെരേസ ജോൺ എന്ന യുവ IPSകാരി, അന്ന് പാർട്ടി ഓഫീസിൽ കയറിയ ആ യുവ IPSകാരി ഇന്നും കേരള സർവീസിലുണ്ട്. CPMന് അനഭിമതയാണെങ്കിലും അവർ ഇന്നും മാസാമാസം ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ട്. കൃത്യമായി ആത്മാർത്ഥതയോടെ അവരവരുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്.